Pomocny Boże i na śmierć skazany nowi nasze podejścia. Aleśmy przez uczestnictwo w wierze upamiętniającej śmierć Chrystusa mogli się stać współdzielcami Jego chwały, który żyje i króluje na wieki wieków. Amen. ഇനിയിപ്പോൾ 5 മണിക്ക് മടങ്ങ് ചാപ്പലിൽ ക്ലാസ് ഉണ്ട്, അല്ല കുർബാനയുണ്ട്, അന്നേരം അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഞാൻ അതിൻ്റെ മറ്റേ വീഡിയോൻ്റെ പാർട്ട് 2 ആയിട്ട് പറയാം. കാരണം കുർബാന കണ്ടാൽ എനിക്ക് കയറാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ എല്ലാ ദിവസവും ഈ വീഡിയോകളെടുത്ത് നശിപ്പിച്ച് കളഞ്ഞ മക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ എല്ലാ ദിവസവും 3 മണി തൊട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഏതെങ്കിലും സമയം 3 മണി തൊട്ട് 4 മണി വരെയുള്ള സമയം തിരുമണിക്കൂർ ആരാധന നടത്തുന്നുണ്ട്. വൈകുന്നേരം മിഡ് നൈറ്റ് മിറക്കിൾ എന്ന് പറഞ്ഞ് എനിക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ ആൾക്കാർ 1.5 മണിക്കൂർ, ഇപ്പം നേരത്തെ 2 മണിക്കൂറായിരുന്നു, പിന്നെ ചില ജോലികളുടെ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം അതും കൊണ്ട് അവർ മാറ്റി ഇപ്പോൾ ഞങ്ങളത് 1.5 മണിക്കൂറത്തേക്കാക്കി. അപ്പോൾ 1.5 മണിക്കൂർ നമ്മൾ പിന്നെ അത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം തന്നെ എത്രയായി? 2.5 മണിക്കൂറായല്ലോ. ഒരു 3 കുർബാനയെങ്കിലും, ഒരു കുർബാനയ്ക്ക് 40 മിനിറ്റ് വെച്ചിട്ടാണെങ്കിൽ എത്ര മണിക്കൂറായിട്ടുണ്ട്? 2 മണിക്കൂറിനടുത്ത് അല്ലെ 1.5 മണിക്കൂറോളം നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ കർണക്കൊന്ത എനിക്ക് തോന്നുമ്പോഴൊക്കെയാണ് ഞാൻ ചൊല്ലുന്നത്. 3 മണിക്കത്തെ കർണക്കൊന്ത കൂടാണ്ട് കുർബാനയ്ക്ക് ശേഷം കർണക്കൊന്ത ചൊല്ലും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇതെനിക്ക് നിങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്, എനിക്കതുകൊണ്ട് ഒരു ഉപയോഗം കിട്ടാനില്ല. പക്ഷേ കാര്യം ഇത്രേ പറഞ്ഞു വരുന്നുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഈ വീഡിയോ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞാൽ ദൈവം വിളിച്ച ഒരാളിനെ നശിപ്പിക്കാൻ തുടങ്ങിയാൽ നശിപ്പിക്കപ്പെടത്തില്ല. നശിപ്പിക്കാൻ തുടങ്ങിയവർക്കൊക്കെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കറിയാം, തുടങ്ങിയവർക്കൊക്കെ എന്താണ് അടി കിട്ടിയെന്നുള്ളത്. അപ്പം ഞാൻ പറയാം, ഞാനെന്താ ദൈവം പ്രതികാരത്തിൻ്റെ ദൈവത്തിനെയാണോ ഞാൻ പഠിപ്പിക്കുന്നത്? അല്ല. ദൈവം കരുണയുടെ ദൈവമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എല്ലാ ആക്ഷനും അതിൻ്റെ റിയാക്ഷനുണ്ട്, എല്ലാ ആക്ഷനും അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ട്. ഇപ്പം ന്യൂട്ടൻ്റെ നിയമവും ഫിസിക്സും കെമിസ്ട്രിയും ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇത് ജോൺ പോൾ സെക്കൻഡിൻ്റെ സ്ഥലമാണ്, സെൻറ്റർ ഫോർ ജോൺ പോൾ സെക്കൻഡ്. അദ്ദേഹത്തിന് വെടിവെച്ച സമയത്ത് പിന്നെ ധരിച്ചിരുന്ന വസ്ത്രം അവിടെ ഒരു കണ്ണാടിക്കൂടിനകത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോക്കകത്ത് കാണാം. ഇവിടെ വരണമെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാൽ എനിക്കതിനും പ്രശ്നമില്ല. നിങ്ങൾക്കിതെല്ലാം കാണാം. ഇതെല്ലാം കാണാനായിട്ട് ഇവിടെ വരേണ്ട ഒരു കാര്യമില്ല. വെർച്വൽ ടൂർ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇപ്പം യൂട്യൂബ് തുറന്ന് കാണാൻ തിരിച്ചും മറിച്ചും തലകുത്തരയും തെടക്കോട്ടും വടക്കോട്ടും ഒക്കെ ആയിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. പ്രിയ മക്കളെ, ഞാനൊരു കാര്യം പറയാം. ഇത് ആര് ചെയ്ത അച്ഛന്മാരാണോ? അവർ കാശ് കൊടുത്ത് ആരെ കൊണ്ടെങ്കിലും അവരുടെ ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചതാണോ? കാരണം അച്ഛന്മാരില്ലാതെ കുർബാനയെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ലൈ പേഴ്സൺസിന് ഒരു സൂക്കടും ഉണ്ടാകത്തില്ല. എന്നാൽ അത് അങ്ങനെ അച്ഛന്മാരില്ലാത്ത കുർബാന ഏതാടി ദാഷിമോളെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് എതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് കുറേ പേരൊക്കെ തീരുമാനിക്കും. എനിക്കതിൽ പ്രശ്നമുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. എന്തുണ്ടാവാനായിട്ടുണ്ട്? ഞാൻ യൂട്യൂബിൽ നിന്ന് പൈസ മേടിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം യൂട്യൂബ് മുഴുവനും നശിപ്പിച്ച് കളഞ്ഞാലും എനിക്കൊരു ചുക്കും വരാനില്ല. അത് തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് യാതൊന്നും വരാനില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പൈസയും കൊണ്ടല്ലല്ലോ നമ്മൾ ചിലവിന് കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ 10 ദിവസത്തേക്ക് ഞാൻ വന്നതിന് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. 10 പ്രാവശ്യമാണ് ഇങ്ങനെ ഇതിന് മുൻപ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തിയേറെ എമൗണ്ട് ചിലവായിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ആളൊരു വിശ്വാസി അല്ലെങ്കിലും നാളെ കോഴിക്കോട്ട് ഇപ്പം വരാപ്പുഴയിലിരിക്കുന്ന പിതാവ് ജോസഫ് കളത്തിപ്പറമ്പി പിതാവ് കോഴിക്കോട്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടും കൂടെ പനക്കലച്ചനുണ്ട് കാണാനായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും പിതാവ് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, നിൻ്റെ ഭാര്യ ഇങ്ങനെ നിന്നെ തനിയെ വീട്ടിലാക്കിയിട്ട്, അപ്പോൾ വീട്ടിൽ ജോലി ചെയ്യണം, മോള് ചെറുതായിരുന്നു, അവളെ സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, അപ്പം പിന്നെ നിനക്ക് ബുദ്ധിമുട്ടില്ലെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അത് എൻ്റെ ഭാര്യയുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം, അവൾക്ക് എന്ത് സന്തോഷം കിട്ടുന്നോ അത് ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. പാവം അവിടെ ഞാൻ 3-4 മാസം പോകുമ്പോൾ വീട് മുഴുവനും ക്ലീനാക്കും. പിന്നെ അമ്മായിമ്മയുടെ അവിടെ അന്ന് ജോലിക്കാരി ഉണ്ടായിരുന്നു. തുണിയെല്ലാം ബെഡ്ഷീറ്റുകളെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവിടെ കൊടുക്കും. അവൾ കഴുകി തേച്ച് തിരിച്ച് വണ്ടിയിലിട്ട് ഇവിടെ കൊണ്ടുപോയി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും തനിയല്ല വീട്ടിൽ നിന്ന്, തനിയെ നിന്നില്ല പുള്ളിക്കാരൻ. ഇത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞ ഉടനെ തന്നെ പുള്ളി അടുത്ത വണ്ടിയെടുത്ത് അടുത്ത ഹോട്ടലിലോട്ട് കടൽ തീരത്ത് വിളിച്ചു. ഇപ്പോൾ എല്ലാം വെക്കേഷനാണല്ലോ.
അവിടെ പോയി മൗണ്ടനിൽ കൂടെ കുറേ ട്രെക്കിങ്ങും എല്ലാം നടത്തിയിട്ട് വന്നു. പ്രൈസലോട് അയാൾക്ക് ആയുസ്സും ആരോഗ്യം ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രിയ മക്കളെ, എന്നോട് പൊരുതാൻ വരണ്ട. എൻ്റെ ബാറ്റിൽ ചെയ്യുന്നത് സ്വർഗമാണ്. നരകത്തിൽ നിന്നുള്ള ബാറ്റിലും അത് സ്വർഗത്തിൻ്റെ ബാറ്റിലാണ്, എൻ്റെ ബാറ്റിലല്ല. ഞാൻ ഒരിക്കലും ബാറ്റില്ല, നിങ്ങളോടൊന്നും ചോദിക്കാനും വരത്തില്ല. അതാര്, ഞാൻ യൂട്യൂബുകാരോട് ചോദിച്ചു ഇത് ആരാ ഹാക്ക് ചെയ്തതെന്നും ചോദിക്കാനും വരത്തില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്ത് പറഞ്ഞിട്ട് ചോദിക്കാനാണ്? ഇവരെന്തിനാ ഹാക്ക് ചെയ്തത്? അവരുടെ നിങ്ങളുടെ മാനസികാവസ്ഥയാണ് ആ ഹാക്ക് ചെയ്തത്. ആര് ചെയ്തെന്ന് പറഞ്ഞാലും ആര് ചെയ്യിച്ചെന്ന് പറഞ്ഞാലും അവരുടെ എത്ര ചെറിയ ചിന്താഗതിയാണ്, എത്ര ചെറിയ ഹൃദയമാണെന്നുള്ളത് നിങ്ങൾ അങ്ങ് മനസ്സിലാക്കി കൊണ്ടുവച്ചാൽ മതി. എനിക്കതിനകത്ത് യാതൊന്നും പറയാനില്ല. മനസ്സിലായോ? എൻ്റെ അവനാടാ എൻ്റെ തലയിൽ കൂടെ പറഞ്ഞു. എൻ്റെ ശുശ്രൂഷ നിർത്താൻ കഴിവുണ്ടെങ്കിൽ അതെൻ്റെ മരണത്തിന് മാത്രമേ നിർത്താൻ കഴിയത്തുള്ളൂ. ആ മരിക്കാനായിട്ട് ഇപ്പോൾ ആൾക്കാർ കില്ല് ചെയ്യാൻ നടക്കുകയാണല്ലോ. അതൊക്കെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയൊരു അനുഭവം തന്നെയാണ്. എനിക്ക് അതിനകത്തും യാതൊരു പ്രശ്നവും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. ദൈവം എന്നെ കൈവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട്, മിഡ്നൈറ്റ് മിറക്കിളിലെ ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് കയറിയപ്പം പറഞ്ഞൊരു കാര്യമാണ്. സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ടൂമ്പാണല്ലോ ഇവിടെ. അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഈ ടൂമ്പിൽ നിന്ന് 42 വർഷങ്ങൾക്ക് മുൻപ് സിസ്റ്റർ ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പുകൾ, അതായത് എല്ലാ ഭാഗങ്ങളും ശരീരം കേസിനകത്താക്കി വെച്ചിരുന്നതെല്ലാം കൊണ്ടുപോയി. ഇതൊരു വോൾട്ടാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഈ കാണുന്ന ഈ മാതാവിരിക്കുന്നതിൻ്റെ മുൻവശത്തുള്ള സ്ഥലം ഒരു വോൾട്ടാണ്. അതിൻ്റെ 4 വശത്തോട്ടും ഭിത്തിക്കകത്തോട്ട് ഇത് ശരീരം വെക്കാനുള്ള, നമ്മൾ പുറമേ കാണുന്ന ആ വോൾട്ട് മാതിരി തന്നെ പിന്നെ സെല്ല് ഇതല്ലേ പറയണത്, സെല്ല് പോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി സെല്ലുണ്ട്. അപ്പോൾ സിസ്റ്റർ ഫൗസ്റ്റീനെ എല്ലാ സിസ്റ്റേഴ്സിനെ അടക്കം ചെയ്യുമ്പം അവരുടെ പേരും നാളും വയസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഒരു അറിവ് എനിക്ക് കിട്ടിയതാണത്. ഒഫീഷ്യലായിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. സിസ്റ്റർ ഫൗസ്റ്റീനയുടെ എഴുതി കൂട്ടി വെച്ചിരുന്ന പ്ലാസ്റ്റിക്കിനകത്തൊക്കെ എന്തോ നല്ലതായിട്ട് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് പറഞ്ഞിരുന്നത് സിസ്റ്റർ ഫൗസ്റ്റീന ഒരു വെർജിൻ ആയിരുന്നെന്നും കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ, അത് ഒഫീഷ്യലായിട്ടുള്ള കാര്യമല്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സിസ്റ്റർ ഫൗസ്റ്റീനയുടെ മോർട്ടൽ റിമൈൻസ് എവിടുന്ന് എടുത്തുകൊണ്ട് പോയി, ഇന്നലെ കഴിഞ്ഞ ദിവസം ഒക്ടോബർ 7-ാം തീയതി 1938 അടക്കം ചെയ്തത്. മരിച്ച 5-ാം തീയതിയാണ്. നവംബർ 25, 66 വരെ ആളിവിടെ കിടന്നുള്ളൂ, പിന്നെ കൊണ്ടുപോയി. എങ്കിലും ഞാനിവിടെ വന്ന് ആ മനുഷ്യനെ, അതെ ഇവിടെ ഒരു ബെഞ്ച് അന്നേരം ഈ സ്ഥലത്തൊരു ബെഞ്ചുണ്ടായിരുന്നു, അവിടോട്ട് നോക്കിയിരുന്ന് കുറേ എല്ലാം പറഞ്ഞു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച്, പിന്നെ അയാളുടെ 2 ക്രച്ചസ് ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ആ റൂട്ടൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ആ സ്ഥലത്ത് കൂടെ കയറി പിന്നെ നമ്മുടെ നിത്യാരാധന ചാപ്പലിൽ പോയി അവിടെ നിന്നു. അപ്പോഴെല്ലാം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ 42 വർഷം മുൻപ് കടന്ന ഒരു വ്യക്തിയുടെ മൃതശരീരത്തിൻ്റെ ഒരു പ്രസരിപ്പ്, ഒരു എനർജി 42 വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ നിലനിൽക്കുന്നു എന്നുണ്ടായിരുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ അതല്ലേ. നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്നെ തകർക്കണമെന്നും എന്താണ്ടൊക്കെ ചെയ്യണമെന്നും അതൊന്നും നടക്കുമെന്ന് വിചാരിക്കേണ്ട. യൂട്യൂബ് എടുത്തുകൊണ്ട് പോകും, എന്നെ എടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ലെ നിങ്ങൾ എന്താ, ഇപ്പോൾ നാട്ടിലൊക്കെ കൊട്ടേഷനല്ലേ, ടീമല്ലേ നടക്കുന്നത്, കൊട്ടേഷൻ കൊടുക്കുക, ഞാൻ ചത്തുപോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എന്നാണേലും ചാകും. ഇപ്പം ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി അധികം കാലം ഏതായാലും ഇല്ല എന്നുള്ളത് എനിക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ ഞാനും ഒരു പുള്ളിയും കൂടെ ഇവിടെ ഇരുന്ന്, എൻ്റെ ഒരു ഫ്രണ്ടാണ്, ആ പുള്ളിക്കാരത്ത് ഇന്നലെ ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ്, പേര് പറയുന്നില്ല, എന്താണ് ഈ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാതെ, കാരണം ഓൾറെഡി ഞാൻ മിഡ്നൈറ്റ് മിറക്കിളിൽ ഇന്നലെ പറഞ്ഞു, ജോസ്ഫീന മകളെക്കാളും ഒക്കെ ഹസ്ബൻഡിനേക്കാളും ഒക്കെ നേരത്തെ മരിച്ചു പോകും കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അങ്ങനെ അറിയാം. അന്നേരം പുള്ളി പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ വിഷമിച്ച് സോഫയിൽ, എൻ്റെ സോഫ അവർക്കറിയാം, കാരണം ലൈവ് ഇടുന്ന പ്രോഗ്രാമത്തിനകത്ത് ഈ യൂട്യൂബ് എടുത്ത് കളഞ്ഞ ആൾക്കാരും കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അതങ്ങനെ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടെന്ന്. ഞാൻ പോയ ആരെങ്കിലും വിഷമിക്കുമെന്നൊന്നും എനിക്ക് വലുതായിട്ടൊന്നും പറയാൻ വയ്യ. എന്നെ അറിയുന്നവരും എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് കൃപ കിട്ടിയിട്ടുള്ളവരും പ്രാർത്ഥിച്ചിട്ട് വലിയ വലിയ അനുഗ്രഹങ്ങൾ കീറാമുട്ടിയായിട്ട് കടന്നിരുന്ന കാര്യങ്ങളൊക്കെ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ എടുത്തു കളയുന്ന ആൾക്കാർക്ക് ഞാൻ ചെയ്യുന്ന ഇതിനകത്ത് ഒരു വീഡിയോ കിടക്കുന്നുണ്ട്, ലൈവാണ് ഇട്ടിരിക്കുന്നത്. ഒരു ദുബായിലുള്ള ഒരു വ്യക്തി, പേരും നാളും ഒന്നും പറയുന്നില്ല, ലൈവ് കിടക്കുന്നുണ്ട്. അതിനകത്ത് പേര് 25 പ്രാവശ്യം വിളിക്കുന്നുണ്ട്.
അവരോട് ഞാൻ ചോദിച്ചിട്ട് തന്നെ നിങ്ങൾ ഇടുന്നോന്ന്. അവർക്ക് 2 വർഷമായിട്ട് ജോലി പോയി, അവർ പഠിപ്പിച്ച അതേ സ്കൂളിൽ തന്നെ തിരിച്ച് കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവരെന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടാനായിട്ട് കുറേ സ്ഥലത്തൊക്കെ അപേക്ഷിച്ച് വന്നിട്ടൊന്നും അപേക്ഷിച്ചില്ല, ഇവിടെ തന്നെ കിട്ടണമെന്നാണ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എന്താ ചോദിച്ചു, വേറെ അപേക്ഷിക്കാറുന്നില്ലെന്ന്. അങ്ങനെ പിന്നെ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 27-ാം ദിവസം നിങ്ങൾക്ക് ജോലി കിട്ടുന്നു. ഇത് ഞാനെന്ന് പറയുമ്പോൾ ഈ ജോസ്പിന എന്നുള്ള ഈ പിന്നെ കുറങ്ങൻ്റെ മോന്തായുള്ള ആളെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് തരുന്ന ആ ഒരു ബോധ്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു 27 ദിവസത്തിന് മക്കൾ 2 എണ്ണം കൂടെ കയറിയിട്ട് കലണ്ടറിൽ മാർക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങി, കൗണ്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി. ഞാനും പേടിച്ച് പോയി. എൻ്റെ മാതാവേ, 27-ാം തീയതി ദിവസം, അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, 27-ാമത്തെ ദിവസം ജോലി കിട്ടിയില്ലെങ്കിൽ ആ കൊച്ചങ്ങൾ എന്നെ വിളിച്ചിട്ട് ഇറ്റലിക്കാരത്തെ ഇങ്ങ് വിളിച്ച് 4 ചീത്ത പറയട്ടെ എന്ന്. അവർക്ക് പറയാനുള്ള എല്ലാ അധികാരമുണ്ട്. മാത്രമല്ല നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നടന്നു കിട്ടിയില്ലേ. കുഞ്ഞ് 7-ാം ക്ലാസ്സിൽ കണ്ടു പഠിക്കുന്ന കുട്ടിയാണ് ഒരാൾ, +1 പഠിക്കുകയാണ് മൂത്തവൻ. അപ്പം ആ കുഞ്ഞുങ്ങളുടെയൊക്കെ പിന്നെ വേറൊരു പ്രാർത്ഥനക്കാരുടെ അടുത്തോ ഇങ്ങനെ ഈ പ്രവചനം പറയുന്നൊക്കെ ആൾക്കാരുടെ അടുത്തൊക്കെ പോകാനായിട്ട് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് കാണും, മനസ്സിലായില്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്? ഒരാൾ പറയുന്നത് കേട്ടു, പിന്നെ അത് അങ്ങനെയായി ഇങ്ങനെയായി. എനിക്കിതിന് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ഞാൻ ഇതിനകത്ത് ഒന്നും പറയാനില്ല. ഞാൻ ഇനിയും ദൈവം എന്നെ എല്ലാ വീഡിയോകളും മാറ്റിയിട്ടുണ്ട്. ദൈവത്തെ അരുളിക്കയിൽ നിന്ന് കണ്ടിട്ടുള്ള തിരുരക്തം ഉള്ളത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇറ്റലിയിലെ ഫോജിയ എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ മിഖാലിൻ്റെ ഒരു ഷ്രൈനുണ്ട്. കഴിഞ്ഞ വർഷം 11, 12, 13 ഞാൻ അവിടെയായിരുന്നു. ജൂൺ മാസം അച്ഛന്മാരെ കണ്ടു, സംസാരിച്ചു. അവരോട് ഞാനിത് കാണിച്ചു, ഞാനിങ്ങനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇറ്റലിയിൽ നിന്നുള്ള പല ആൾക്കാരും കൂടെയും കമൻ്റ് ഇട്ടിട്ടുണ്ട്, അവരും കാണുന്നെന്നും പറഞ്ഞു. ഇതൊക്കെ നിർത്താനായിട്ട് ഈ ഇത്രമാത്രം ഇത് കാണിക്കുന്ന ആൾക്കാർക്ക് പറ്റുമോ? എന്നെ നിർത്താൻ പറ്റുമോ അവർക്ക്? എനിക്ക് ഇത്ര ചോദിക്കാനില്ല. ഇപ്പം ഞാൻ വിജനമായ സ്ഥലത്താണ്, എനിക്ക് നല്ലതായിട്ട് അലറി പറയാം. ഇവിടെ ഒരു പൂതരം കാണുന്നില്ല. ഇവിടെ പറയുന്നത് ഞാൻ തറയാണെന്ന് കൂട്ടിക്കോ, എനിക്കൊരു പ്രശ്നമില്ല. തറേനെയാണല്ലോ ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ചത് ദൈവം ആണേ, പലരുടെയും ജീവിതത്തിൽ നന്മ കിട്ടാനായിട്ട്. തറയല്ലാത്ത പിന്നെ വലിയ കുലീന കുടുംബങ്ങളിൽ പെട്ടവരും പ്രഭുകുടുംബങ്ങളിൽ പെട്ടവരും ഹഫ്സിനമ്മയുടെ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. ആളുടെ കാറ്റഗറി F ഗ്രേഡ് ആയിരുന്നു, മനസ്സിലായോ? ഹഫ്സിനമ്മ F ഗ്രേഡിലാണ് കടന്നത്. പുല്ലുപറിക്കാരി, പിന്നെ അതിന് കാണിച്ചല്ലോ, പൊട്ടറ്റോ ഊറ്റിക്കളയുന്ന ആൾ, കിച്ചണിലെ ജോലിക്കാർ, ബേക്കിംഗ് ചെയ്യുന്ന ആൾ, കന്നാലിനെ കറക്കാൻ പോകുന്ന ആൾ, പുല്ല് പറിക്കുക. ആ പുല്ല് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്ത പുല്ല് പറിക്കുകയാണ് ചെയ്തത്, അറിഞ്ഞില്ലേ? പറിച്ച് 2-3 എണ്ണം വലിച്ച് പൊട്ടിച്ചുള്ളൂ. പക്ഷേ ആ വേരിൻ്റെ വേറൊരു രീതിയിലാണ് ആ പുല്ലൊക്കെ. അങ്ങനെ എൻ്റെ കയ്യിൻ്റെ വിരലൊക്കെ പൊട്ടിയായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെ നിങ്ങൾക്ക് ഏറ്റവും നിസ്സാരമായിട്ട് കാണാം, ഒരു കുഴപ്പമില്ല. എനിക്കതിനകത്ത് ഒരു സങ്കടവുമില്ല. നമ്മൾ നിസ്സാരമാണല്ലോ. എൻ്റെ കഥകളെല്ലാം അവിടെ കിടക്കല്ലേ. ബർത്തമേസിൻ്റെ അനുജത്തി എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി കിടക്കുന്നുണ്ട്. അതിനകത്ത് എൻ്റെ മുഴുവൻ ഹിസ്റ്ററി ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് പല വീഡിയോകളിൽ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് മിക്കവാറും തന്നെ ഒരു പറ്റ ആൾക്കാർ വരുന്നു. ഇത് തന്നെ നേരം വിളക്ക് കുറേ എണ്ണം വരുന്നു, കുറേ എണ്ണം പോകുന്നു. ഇത് തന്നെ ഇതിനകത്ത് ഈ പൊട്ടത്തിൽ ഞാനൊരുത്തിനെയും കേരളത്തിൻ്റെ ഏതാണ്ട് ഓണം കേരള മൂലയ്ക്കകത്ത് ദൈവത്തിനും മനുഷ്യനും വേണ്ടാണ്ട് ജനിപ്പിച്ച മാതാപിതാക്കളും വേണ്ടാണ്ടോ ഉണ്ടായ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക ദൈവം, മനസ്സിലായോ? നീ ഇതെടുത്ത് മാറ്റുമോ? നിന്നോട് ഈ പൊട്ടത്തി എൻ്റെ വീഡിയോ ഇത് ചെയ്തിട്ടുള്ള ഡാമേജ് ചെയ്തിട്ടുള്ള ആളോടാണ് ചോദിക്കുന്നത്. നിനക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ വന്നിട്ട് 14 വർഷങ്ങൾക്ക് മുൻപ് അപകടത്തിൽപ്പെട്ട കാല് പോയ ആളാണ് ക്രച്ചസിനകത്ത് നടന്നത്. അയാളുടെ കാലാണ് സൗഖ്യമായത്. ഞാനിത് വെറുതെ പറയല്ലേ, ഇവിടെ വാ, സിസ്റ്റേഴ്സിനോട് പറയാം മ്യൂസിയം കാണിക്കുന്ന. അയാളുടെ എഴുത്ത് അവിടെ ഇറ്റാലിയനാണ്, അതുകൊണ്ട് ഇറ്റാലിയനിൽ എഴുതി അയാൾ അവിടെ വെച്ചിട്ടുണ്ട് അയാളുടെ ഫോട്ടോയായിട്ട്. നീ ചെയ്യാൻ പറ്റുമോ? ആ മക്കളെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളെ വിളിച്ച ജോലി നിങ്ങൾ ചെയ്യും. നിങ്ങളെ വിളിച്ച ജോലി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ എടുത്ത് നശിപ്പിച്ച് കളയാനുള്ളതാണ്. അത് നിങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുക. എന്നെ വിളിച്ചത് ദൈവകരുണയെക്കുറിച്ച് സംസാരിക്കാനും മറ്റുള്ളവർക്ക് കാരുണ്യം കാണിക്കാനും വേണ്ടിയിട്ടാണ്. അത് വേർഡ്സ്, ഡീഡ്സ് ആൻഡ് ആക്ഷൻസ്. ഈ ദൈവകരുണയുടെ ഡിവോഷൻ്റെ ABCD അതാണ്. ആക്ട് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക, ഡീഡ്സ് കൊണ്ട് സഹായിക്കുക, അതുപോലെ തന്നെ പ്രെയർ കൊണ്ട് സഹായിക്കുക എന്നുള്ള അതാ 3 കാര്യങ്ങളാണ്, മനസ്സിലായോ? അപ്പോൾ ഇത് 3 ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ വീഡിയോകളൊക്കെ എടുത്ത് കളയുക. എന്നെ അതൊരു ശകലം പോലും ബാധിക്കുന്നില്ല. കാരണം യൂട്യൂബുകാർ എനിക്കൊരു നയപൈസ തന്നിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. ഞാൻ പോയിട്ടൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാം.
അയ്യോ ഈശോയെ, ഇനിയത്തെ ദിവസങ്ങളിലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയൊക്കെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ അവർക്ക് തന്നെത്താനെ എന്താണ് അപകർഷതാ ബോധം തോന്നുന്നു. ഞങ്ങളിവിടെ ഇങ്ങനെ വലിയ ലോഹയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഒന്നും കാണുന്നില്ല. ഞങ്ങളാണ് ഈ അരളിക്ക് എഴുന്നള്ളിച്ച് വെക്കുന്നത്, അതിനകത്ത് ഒന്നും കാണുന്നില്ല. ഇവളെ ഒരു പൊട്ടത്തി ഇതേ ബോധമില്ലാണ്ട് ഒരുത്തി നടക്കുന്നു. അവൾ അരളിക്കയിൽ ഈശോയെ കാണുന്നു, രക്തം കാണുന്നു, പിന്നെ അത് കാണുന്നു, ഇത് കാണുന്നു. എന്നിട്ട് അവൾ തോന്നിവാസം എഴുതി പിടിപ്പിക്കുന്നു, മനുഷ്യനെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അഹങ്കാരം, അവർക്ക് തീർച്ചയായിട്ടും അപകർഷതാ ബോധം ഉണ്ടാകും. മനസ്സിലായില്ലേ? ഞങ്ങളിതൊന്നും കാണുന്നില്ല. അവളങ്ങനെ കണ്ടു, അവൾ വേണേൽ ഉണ്ടാക്കി വെച്ചതായിരിക്കും, അവൾ വേണമെങ്കിൽ തന്നെത്താനെ എഡിറ്റ് ചെയ്തതായിരിക്കും. അത്ര എഡിറ്റ് ചെയ്യാനുള്ള എപ്പോഴും ഞാൻ പറയാറില്ല, അത്രയൊക്കെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കി വെക്കാൻ കഴിവുണ്ടായിരുന്നു ഇപ്പം ഞാൻ കോടീശ്വരത്തി ആയേനെ. ഇപ്പം എല്ലാവർക്കും അല്ല, എൻ്റെ സ്വന്തം കാശായിട്ട് ഉണ്ടാക്കിയേനെ. ദൈവത്തിൻ്റെ ഉറവുകൊണ്ട് ഇപ്പം നല്ലതായിട്ട് തന്നെ പറയാൻ പറ്റും. കോടീശ്വരനെ കല്യാണം കഴിച്ച ശ്രീലാളിതനായ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുമ്പം നമ്മളും വിജയശ്രീലാളിതരാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോടീശ്വരൻ്റെ കൂടെ 10-35 വർഷം നിന്നിട്ട് ഒരു ഭാര്യയായിട്ട് നിൽക്കുകയാണ്. അയാളുടെ കോടി എൻ്റേതും കൂടെയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അത് അനുഭവിക്കാനുള്ള, സമാധാനത്തിൽ ജീവിക്കാനുള്ള കൃപതേ. ഈ കായ ഞാൻ ഇന്നലെ കുറേ പറിച്ച് തിന്നായിരുന്നു കേട്ടോ. പക്ഷേ അത്ര നല്ലതല്ല. നല്ലതാണ് ഇതിപ്പം, നമ്മൾ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നല്ല. രണ്ടെണ്ണം പറിക്കട്ടെ, ഒരെണ്ണം കാണിക്കാൻ വേണ്ടി മാത്രം പറിക്കാം. ഇഷ്ടം പോലെ ഉണ്ട്, മേളിലും താഴെയെല്ലാം ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് കായ. എനിക്ക് തിന്നണം താല്പര്യമില്ല, പക്ഷെ വെറുതെ ഒന്ന് പറിക്കാം. ഇതേ ഒരു കൊല ഇവിടെ കിടക്കുന്നുണ്ട്, അത് മൊത്തം അങ്ങോട്ട് പറിച്ചേക്കാം. ദൈവമേ, അതാ പറിച്ചു. ഇതൊക്കെയാണ് ഇത് കായെല്ലാം നിലത്ത് അയ്യോടാ പച്ചയാണ് കേട്ടോ. താഴ്വശം ഇങ്ങനെ പഴുത്തായിരിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളുടെ കടപ്പ്. പ്രിയ മക്കളെ, ഇനിയും വീഡിയോ ഇടും, സമയം കണ്ടുപിടിച്ച് ഇനിയും ഹാക്ക് ചെയ്യാൻ തുടങ്ങിക്കോ കേട്ടോ. എനിക്കതിനകത്ത് എന്നെ ഒരിക്കലും അത് വിഷമിപ്പിക്കുന്നില്ല. ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചില സംഭവങ്ങളുണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്, അവർ അറിയുന്നതിനാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം ഏതാണ്ട് നന്മയുള്ളതാണിത്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മഴയത്ത് നിന്ന് ഇതെല്ലാം എടുത്താൽ കോടിക്കണക്കിന് ആൾക്കാരാണ്. കരുണയുടെ പെരുന്നാളിൻ്റെ അന്നുള്ളതാണ് ഫീസ്റ്റ് ഓഫ് മേഴ്സി, കണ്ടല്ലോ. അതിലൊരെണ്ണമാണ് ഈ ജോസ്ഫിന, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വാ, എന്നിട്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്ക് ഇന്നലെയൊക്കെ ഇവിടെ മഴയുള്ളതുകൊണ്ട് ഈ കായ ഇങ്ങനെ വെറുതെ തിന്നാലും കുഴപ്പമില്ല. പിതാവായ ദൈവമേ, എന്നെ ഈമാരി പീഡിപ്പിക്കുന്നവരോട് അങ്ങ് ഇടപെടണമേ. അത്രയേ ഉള്ളൂ. ആമേൻ. അപ്പോൾ ഇനി നമുക്ക് ഫൗസ്തീനമ്മയുടെ 3ാമത്തെ പ്രാവശ്യമായിരിക്കും നിങ്ങളെ ഞാനിത് കാണിക്കാൻ പോണേ. ഇപ്പം കാണുന്ന വീഡിയോക്കാരല്ല നേരത്തെ കണ്ടിരിക്കുന്നത്. ഫൗസ്തീനമ്മ പൊട്ടറ്റോ എനിക്ക് ഊറ്റാൻ പറ്റുന്നില്ല ഈശോയെ, ഭയങ്കര കനമാണ്, എനിക്ക് നെഞ്ചിനകത്ത് വിഷമാണെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചപ്പോൾ ഫൗസ്തീനമ്മ ഒരു ദിവസം പൊട്ടറ്റോ ഊറ്റി കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കുണ്ട് കറുത്തിനകത്ത് പൊട്ടറ്റോ അല്ല കടന്നിരുന്നത്, കറുത്തിനകത്ത് കടന്നിരുന്നത് എന്താണ്, പൂക്കളാണ്. അവിടേക്കാണ് ഞാൻ വെറുതെ ഒരു കാപ്പൊടിക്കാന്നും കണ്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എല്ലാം ഇതുങ്ങളെ കൂടെ തുണി കൊടുക്കാണ്ടിരിക്കാൻ പറ്റുന്നത് 2-3 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും മൂടി പുതച്ചിരിക്കണം. ഫൗസ്തീനമ്മേ അങ്ങയുടെ ഫോട്ടോ എടുക്കാൻ വീണ്ടും വന്നതാണ് കേട്ടോ. ഡയറി മേടിച്ച് വായിച്ചാൽ ഇതൊക്കെ ശരിയാണെന്ന് മനസ്സിലാകും. റോസിൻ്റെ മിറക്കിൾ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പോകാം, ഒരു കാപ്പി കുടിക്കും. നിറച്ചാണ്. അയ്യോ, മീനിൻ്റെ മണം